ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മോര് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം കടുക് പൊട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചുവന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പാടനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളീൻ്റെ നാലിലൊരു ഭാഗമാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും ചെറിയൊരു ഇഞ്ചിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചട്ടി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ചധികം ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ പുക പോകുന്നത്. ചെറിയ തീയിലിട്ട് വെച്ചാലും മതിയാകും. ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കളർ കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം പുളിയുള്ള തൈര് വെച്ചിട്ട് വേണം മോര് കറി ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് കട്ട തൈരാണ്, പുളിയില്ലാതൊരു തൈരാണ് കേട്ടോ. അപ്പോൾ ദുബായിലുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയുള്ള തൈരാണ് ഇവിടെ കിട്ടുന്നത് എന്ന്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് തൈര് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മിക്സിയിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കറിക്ക് കുറച്ച് കട്ടി കൂടിയോണ്ട് നേരത്തെ എടുത്ത് ആ പാത്രത്തിൽ തന്നെ വെള്ളമാക്കിയിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും കട്ടി കുറഞ്ഞിട്ട് വേണ്ടതുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കറിയായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണിത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണേ. ഇനിയും ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.